ഇന്ന് നമ്മൾ കാണുന്നത് പ്രൈമറി കീയും ആൾട്ടർനേറ്റ് കീയും എന്താണെന്നാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് എന്താണ് സൂപ്പർ കീ, എന്താണ് കാൻഡിഡേറ്റ് കീ. അപ്പോൾ സൂപ്പർ കീ എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. എ സൂപ്പർ കീ ഈസ് എ സെറ്റ് ഓഫ് attributes whose value can be used to uniquely identify a tuple within a relation. എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ച് ഒരു റെക്കോർഡിനെ മാത്രം യുണീക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ, ഒരു റെക്കോർഡെന്ന് വെച്ചാൽ ഒരു റോ മാത്രം നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ സൂപ്പർ കീ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് കണ്ടിരുന്നു, നമുക്ക് അഡ്മിഷൻ നമ്പർ മാത്രം ഒരു സൂപ്പർ കീ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ അഡ്മിഷൻ നമ്പർ നെയിമും കൂടെ ചേർന്നിട്ടുള്ളതിനെ ഒരു സൂപ്പർ കീ ആയിട്ട് എടുക്കാം. UID അതുപോലെ എടുക്കാം. അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിമും കൂടെ ചേർന്നിട്ടുള്ളതിനെ നമുക്ക് സൂപ്പർ കീ ആയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ സൂപ്പർ കീ എന്താണെന്ന് നമ്മൾ കണ്ടു. അടുത്തതായിട്ട് നമ്മൾ കണ്ടത് ആ സൂപ്പർ കീയിലുള്ള മിനിമം ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ അഡ്മിഷൻ നമ്പർ മാത്രം ഉപയോഗിച്ച് നമുക്ക് യൂണീക്കായിട്ട് ഒരു റെക്കോർഡിനെ എടുക്കാം. അപ്പോൾ അതുകൊണ്ട് അഡ്മിഷൻ നമ്പർ നമ്മൾ എടുത്തു. ഇനി UID ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു റെക്കോർഡിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. കാര്യം ഒരു UID മറ്റൊരാൾക്ക് ഉണ്ടാവില്ല, അതിനെയും കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുക്കാം. ഇനി ഫാദേഴ്സ് നെയിമും കൂടെ ചേർന്നിട്ടുള്ളതിനെ നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നാം, എന്തുകൊണ്ട് നെയിം മാത്രം എടുത്തുകൂടാ. പക്ഷെ നെയിം എടുക്കുമ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ടേബിളിൽ ഇപ്പോൾ ബിനു എന്ന് പറയുന്ന ആളിൻ്റെ പേര് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. സെലക്ട് സ്റ്റാർ ഫ്രം ഈ ടേബിൾ സ്റ്റുഡൻറ്റ് വെയർ നെയിം ഈസ് ഇക്വൽ ടു ബിനു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റെക്കോർഡ് മാത്രമാണ് വേണ്ടത്. 1001 എന്ന് പറയുന്ന റെക്കോർഡ് മാത്രമാണ് വേണ്ടത്. പക്ഷേ ഈ റെക്കോർഡും 1246 എന്ന് പറയുന്ന അഡ്മിഷൻ നമ്പറിൻ്റെ ഉള്ള ആളിൻ്റെ ആ റെക്കോർഡും കൂടി വരും. അപ്പം പക്ഷേ നെയിമും ഫാദേഴ്സ് നെയിമും കൂടെ കൊടുത്താലുള്ള ഗുണം, ഒരേ പേരും ഒരേ അച്ഛൻ്റെ പേരും ഉള്ള ആൾക്കാർ വരാനുള്ള സാധ്യത തീരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആ കോമ്പിനേഷൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ 3 ആട്രിബ്യൂട്ടിനെയും അഡ്മിഷൻ നമ്പർ, UID, അതുപോലെ തന്നെ നെയിം, ഫാദേഴ്സ് നെയിം, ഈ 3 എണ്ണത്തിനെയും നമുക്ക് എന്തെന്ന് പറയാം, ഒരു കാൻഡിഡേറ്റ് കീസ് എന്ന് പറയും. ഒരു കാൻഡിഡേറ്റ് കീ എന്നല്ല, 3 കാൻഡിഡേറ്റ് കീസ് ആണെന്ന് പറയാം. ആ കാൻഡിഡേറ്റ് കീയിൽ സാധാരണ നമ്മൾ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷന് തന്നെ നിൽക്കുന്ന കാൻഡിഡേറ്റ് 2 or 3 കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇതൊരു കാൻഡിഡേറ്റ് കീ, ഇതൊരു കാൻഡിഡേറ്റ് കീ, ഇതൊരു കാൻഡിഡേറ്റ് കീ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ ആയിരിക്കും ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ DBA എന്ന് പറയുന്ന ആൾ സെലക്ട് ചെയ്യുന്നത്. ഏതിനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷേ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടിനെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. കാൻഡിഡേറ്റ് കീസിൽ നിന്ന് ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്ന ആട്രിബ്യൂട്ടിനെ നമ്മൾ പറയും പ്രൈമറി കീ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ നമ്മളൊരു സ്കൂളിലെ ഡേറ്റാബേസിനെ കുറിച്ചാണ് നോക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഇതായിട്ട് എടുക്കുന്നത് ഏതായിരിക്കും, അഡ്മിഷൻ നമ്പർ ആയിരിക്കും UIDയേക്കാൾ. എന്തുകൊണ്ടാണ്? അപ്പോൾ പണ്ടുള്ള ആൾക്കാർക്കൊന്നും UID പണ്ടുള്ള ആൾക്കാരുടെ റെക്കോർഡ്സിലൊന്നും നേരത്തെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ സ്കൂളിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും അവിടെ അഡ്മിഷൻ നമ്പർ തന്നെ ആയിരിക്കും നമുക്ക് യുണീക്ക് ആയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എപ്പോഴും അഡ്മിഷൻ നമ്പറിനെ പ്രൈമറി കീ ആയിട്ട് എടുക്കും. അതേസമയം ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിന് ഉപയോഗിക്കുന്ന ഒരു ഡേറ്റാബേസിൽ എപ്പോഴും UID ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അത് ഏത് ആട്രിബ്യൂട്ടിനെ പ്രൈമറി കീ ആക്കണം എന്ന് തീരുമാനിക്കുന്നത് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. കാൻഡിഡേറ്റ് കീസിൽ ഒരെണ്ണത്തിനെ നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഉദാഹരണം അഡ്മിഷൻ നമ്പർ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. സോ അഡ്മിഷൻ നമ്പറിനെ നമ്മൾ എന്താക്കി, പ്രൈമറി കീ ആക്കി. അപ്പോൾ കാൻഡിഡേറ്റ് കീയിലെ ഒരെണ്ണത്തിനെ നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ എന്താ കാൻഡിഡേറ്റ് കീ എന്ന്, പ്രൈമറി കീ എന്താ, എ കാൻഡിഡേറ്റ് കീ എസ്പെഷ്യലി സെലക്റ്റഡ് ടു ബി ദ കീ ഓഫ് ദ റിലേഷൻ. ഈ റിലേഷൻ്റെ കീ ആയിട്ട് സെലക്ട് ചെയ്യുന്ന ആ കാൻഡിഡേറ്റ് കീയെ പറയുന്ന പേരാണ് പ്രൈമറി കീ. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്മിഷൻ നമ്പറിന് പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്തു. 3 കാൻഡിഡേറ്റ്സ് ഉണ്ട്.
അഡ്മിഷൻ നമ്പർ, UID, നെയിം, ഫാദേഴ്സ് നെയിം, അങ്ങനെ 3 കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിന് നമ്മൾ സെലക്ട് ചെയ്തു. ആര് സെലക്ട് ചെയ്തു? ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ആ കീയെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി കീ എന്ന് പറയും. ഓക്കെ, ഇനി അതല്ലാതെ 2 കാൻഡിഡേറ്റ് കീസും കൂടെ ഉണ്ട്, UID എന്നും നെയിം, ഫാദേഴ്സ് നെയിം. അപ്പോൾ ഈ പ്രൈമറി കീ അല്ലാതെ ഉള്ള ബാക്കി 2 കാൻഡിഡേറ്റ് കീസിന് നമ്മൾ പറയുന്ന പേരാണ് ആൾട്ടർനേറ്റ് കീസ്. അപ്പോൾ ആൾട്ടർനേറ്റ് കീ എന്ന് പറഞ്ഞാൽ എന്താ? ദ കാൻഡിഡേറ്റ് കീ അതർ ദാൻ പ്രൈമറി കീ ഈസ് നോൺ ആസ് ആൾട്ടർനേറ്റ് കീ. അത്രയേ ഉള്ളൂ. അതായത് കാൻഡിഡേറ്റ് കീ ആണ്, പക്ഷേ പ്രൈമറി കീ അല്ലാത്ത 2 കാൻഡിഡേറ്റ് കീ നമുക്കിവിടെ ഉണ്ട്. ആ പ്രൈമറി കീ അല്ലാത്ത കാൻഡിഡേറ്റ് കീസിന് നമ്മൾ പറയുന്ന പേരാണ് ആൾട്ടർനേറ്റ് കീ. ചുരുക്കത്തിൽ നമുക്ക് ഒന്നുകൂടെ അതൊന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ. കാൻഡിഡേറ്റ് കീസിൽ ഒരെണ്ണത്തിന് നമ്മൾ ആ ടേബിളിൻ്റെ കീ ആയി സെലക്ട് ചെയ്യും. ഈ ടേബിളിൻ്റെ കീ ആയിട്ട് ഒരെണ്ണത്തിന് സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്നതിനെ നമ്മൾ പറയും പ്രൈമറി കീ എന്ന് പറയും. അതേസമയം പ്രൈമറി കീ അല്ലാതുള്ള എത്ര എണ്ണം ഉണ്ടെങ്കിലും ആ കീസിന് നമ്മൾ പറയുന്ന പേര് ആൾട്ടർനേറ്റ് കീ. അപ്പോൾ എന്താ പറയുക, പ്രൈമറി കീ അല്ലാതെയുള്ള കാൻഡിഡേറ്റ് കീസിന് നമ്മൾ പറയുന്ന പേര് ആൾട്ടർനേറ്റ് കീ എന്ന് പറയും. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് എന്താണ് ഫോറിൻ കീ എന്നാണ്. അപ്പോൾ ഫോറിൻ കീ എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ടേബിളുകൾ, 2 ടേബിൾസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ടേബിളിൻ്റെ പേര് സ്റ്റുഡൻ്റ് എന്നാണ്, ഒരെണ്ണത്തിൻ്റെ പേര് കോഴ്സ് എന്നാണ്. സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിളിനകത്ത് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളത്. സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിഷൻ നമ്പർ, നെയിം, അദ്ദേഹത്തിൻ്റെ UID നമ്പർ, അച്ഛൻ്റെ ഫാദേഴ്സ് നെയിം, കോഴ്സ് നമ്പർ, മാർക്ക്. അപ്പോൾ സ്റ്റുഡൻറ്റിനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഉണ്ട്. പക്ഷേ ഇവിടെ കൊടുത്തേക്കുന്നത് കോഴ്സ് നമ്പറാണ്. കോഴ്സിൻ്റെ പേര് കൊടുത്തിട്ടില്ല, കോഴ്സ് നമ്പറാണ്. ഇനി കോഴ്സ് എന്ന് പറഞ്ഞ് മറ്റൊരു ടേബിളുണ്ട്. ആ ടേബിളിനകത്ത് കോഴ്സ് നമ്പറുണ്ട്. ആ കോഴ്സ് നമ്പറിൻ്റെ നേരെ ആ കോഴ്സിൻ്റെ പേരും. അപ്പോൾ 13 എന്ന് പറഞ്ഞാൽ അത് ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. ആ കോഴ്സിനകത്ത് 5 സ്റ്റാഫും ഉണ്ട്. കോഴ്സ് നമ്പർ 31 ആകുമ്പോൾ അത് ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കറാണ്, അതിനകത്ത് 4 സ്റ്റാഫും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 2 ടേബിളാണുള്ളത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് നോക്കുമ്പോൾ അറിയാം. നിങ്ങൾ നോക്കിയേ, 1001 ഉള്ള ആളിൻ്റെ പേര് ബിനു എന്നാണ്, അദ്ദേഹത്തിൻ്റെ UID നമ്പർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് സതീശൻ. പക്ഷേ അദ്ദേഹം പഠിക്കുന്ന കോഴ്സ് ഏതാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഈ ടേബിളിൽ നിന്ന് മനസ്സിലാവൂ? ഇല്ല. നമുക്ക് ആകെ കിട്ടുന്നത് കോഴ്സ് നമ്പറാണ്. ആ കോഴ്സ് നമ്പർ ഉപയോഗിച്ച് അടുത്ത ടേബിളിൽ നോക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അയാൾ ഏത് കോഴ്സിലാണ് പഠിക്കുന്നത്, അയാൾ ആ പഠിക്കുന്ന ആ കോഴ്സിൽ എത്ര സ്റ്റാഫുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ കണക്ട് ചെയ്യുന്ന ഏതാ? കോഴ്സ് നമ്പർ. അപ്പോൾ ഈ ടേബിളിലുള്ള കോഴ്സ് നമ്പർ എന്ന് പറയുന്ന ആ നമ്പറാണ് ഈ ടേബിളിനെയും ഈ കോഴ്സ് എന്ന് പറയുന്ന ടേബിളിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, ഈ കോഴ്സ് നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഏത് കോഴ്സാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഇവിടുത്തെ കീ ഫീൽഡാണ്. ഇപ്പോൾ 13 എന്ന് പറയുന്ന കോഴ്സ് നമ്പറുള്ള ഒറ്റൊരു കോഴ്സേ ഉള്ളൂ, ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ. 31 എന്ന് പറയുന്ന കോഴ്സ് നമ്പറുള്ള ഒറ്റൊരെണ്ണേ ഉള്ളൂ, അതാണ് ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ടേബിളിൻ്റെ പ്രൈമറി കീ ആണ് ഏത്? ഈ കോഴ്സ് നമ്പർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കീ ഫീൽഡ്, അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് ഒറ്റ റെക്കോർഡ് മാത്രം റിട്രീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒറ്റ റെക്കോർഡ് മാത്രം റിട്രീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രൈമറി കീ എന്നോ കാൻഡിഡേറ്റ് കീ എന്നോ ഒക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. എന്തായാലും അതൊരു കീ ഫീൽഡാണ്. ആ കീ ഫീൽഡ് ഉപയോഗിച്ചാണ് മറ്റൊരു ടേബിളുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുന്ന ആ ഫീൽഡിന് നമ്മൾ പറയുന്ന പേരാണ് ഫോറിൻ കീ എന്ന്. ഇനി നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. The key field of one table used to establish a relationship with another table known as foreign key. The key field of one table, നമുക്ക് ഇവിടെ നോക്കാം, കോഴ്സ് നമ്പർ ആണല്ലോ ഇവിടുത്തെ കീ ഫീൽഡ്. സോ ദ കീ ഫീൽഡ് ഓഫ് വൺ ടേബിൾ, കോഴ്സ് നമ്പർ എന്ന് പറയുന്ന ആ കീ ഫീൽഡ് ഉപയോഗിച്ച്
is used to establish a relationship with another table. അത് ഉപയോഗിച്ച് നമുക്കൊരു റിലേഷൻ ഉണ്ടാക്കാം. ആരുമായിട്ട്? ഈ മറ്റൊരു ടേബിളുമായിട്ട് നമുക്കൊരു റിലേഷൻ ഉണ്ടാക്കാം. നോക്കി, നമ്മൾ ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിളുമായിട്ട് നമ്മളൊരു റിലേഷൻ ഉണ്ടാക്കി. എന്തുപയോഗിച്ച്? കോഴ്സ് നമ്പർ ഉപയോഗിച്ച്. is used to establish a relationship with another table known as foreign key. ആ ഫീൽഡിനെ നമ്മൾ പറയുന്ന, ആ കീയെ നമ്മൾ പറയുന്നത്, അതായത് കോഴ്സ് നമ്പർ എന്ന് പറയുന്ന ഫീൽഡിനെയാണ് നമ്മളിവിടെ ഫോറിൻ കീ എന്ന് പറയുന്നത്. ഒന്നുകൂടി നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. അതായത് കോഴ്സ് നമ്പർ 31 ഉള്ള ആൾ, അതായത് ബൈജു എന്ന് പറയുന്ന ആൾ ഏത് കോഴ്സാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനകത്ത് നോക്കിയാൽ മതി. 31 ആരാ? ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ. ഒറ്റയടിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ കോഴ്സ് എന്ന് പറയുന്ന ടേബിളിലെ കീ ഫീൽഡാണ് കോഴ്സ് നമ്പർ. അത് ഉപയോഗിച്ച് മറ്റൊരു ടേബിളുമായി, സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിളുമായി നമ്മളൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അങ്ങനെ ഒരു കീ ഫീൽഡ് ഉപയോഗിച്ച് മറ്റൊരു ടേബിളിലെ ഒരു ഫീൽഡുമായി നമ്മൾ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള ആ ഫീൽഡിനെ നമ്മൾ, കീ ഫീൽഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോറിൻ കീ. ഡെഫിനിഷൻ: the key field of one table is used to establish a relationship with another table. It is used to establish a relationship with another table. Student table ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. and it is known as foreign key. അതിനെയാണ് നമ്മൾ ഫോറിൻ കീ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫോറിൻ കീ ഏതാ? കോഴ്സ് നമ്പർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫോറിൻ കീ. അപ്പോൾ നമ്മൾ കീസിനെ കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത്. ഏതൊക്കെ കീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു? സൂപ്പർ കീ എന്താണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. സൂപ്പർ കീ എന്താണെന്നറിയാം. അതായത് ഒരൊറ്റ റെക്കോർഡ് മാത്രം റിട്രീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, അല്ലെങ്കിൽ ഒറ്റ ആട്രിബ്യൂട്ട്, അതിനെയാണ് നമ്മൾ സൂപ്പർ കീ എന്ന് പറയുന്നത്. ആ സൂപ്പർ കീസിലുള്ള മിനിമം ആയിട്ടുള്ള സൂപ്പർ കീയെ നമ്മൾ പറയുന്ന പേരാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയും. കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സ് ഫോർ പ്രൈമറി കീ. പ്രൈമറി കീ ആകാൻ യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സ് ആണ് കാൻഡിഡേറ്റ് കീ. ഇനി ആ കാൻഡിഡേറ്റ് കീയിൽ നിന്ന് ഒരു കീയെ നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഇലക്ഷനിൽ ഒരാളെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്ന പോലെ കാൻഡിഡേറ്റ് കീയിൽ നിന്ന് ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. എന്തായിട്ട്? പ്രൈമറി കീ ആയിട്ട് തിരഞ്ഞെടുക്കുന്നു. ഇനി ബാക്കി ഉള്ള എത്ര കാൻഡിഡേറ്റ് കീ ഉണ്ടോ, പ്രൈമറി കീ അല്ലാതുള്ള കാൻഡിഡേറ്റ് കീയെ എല്ലാത്തിനെയും നമ്മൾ ആൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ഫോറിൻ കീ എന്താണെന്നാണ്. അപ്പോൾ ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ എന്താ? The key field of one table is used to establish a relationship with another table. മറ്റൊരു ടേബിളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ ഫോറിൻ കീ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഡേറ്റാബേസിനകത്ത്, DBMSനകത്ത് കീസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്.